ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 20-ാം വാരം ബുധനാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഉപമ വളരെ സുപരിചിതമാണ്. പല മണിക്കൂറുകളിലായിട്ട് യജമാനൻ വന്ന വേലക്കാരെ ജോലിക്ക് വേണ്ടി വിളിക്കുകയും ഏറ്റവും അവസാനം എല്ലാവർക്കും ഒരേപോലെ കൂലി കൊടുക്കുകയും ഇങ്ങനെ ഒരേപോലെ കൂലി കൊടുത്തതിനെ ഓർത്ത് യജമാനനോട് അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ആ ജോലിക്കാരുടെ ഉപമ. ഈ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പല സമയത്ത് വിളിക്കപ്പെടുന്ന ജോലിക്കാർ, പക്ഷേ അവർക്ക് ലഭിക്കുന്ന വേതനം ഒന്ന് തന്നെയാണ്. ഇതിനെ നമുക്ക് പലതരത്തിലായിട്ട് വ്യാഖ്യാനിക്കാം. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ച് ഏറ്റവും ആദ്യം വിളിക്കപ്പെട്ട ആദമായിക്കോട്ടെ, നോഹയായിക്കോട്ടെ, പിന്നീട് അബ്രഹാം ആയിക്കോട്ടെ, ഇസ്രായേൽ ജനമായിക്കോട്ടെ, ഏറ്റവും അവസാനം വിളിക്കപ്പെടുന്ന ശിഷ്യന്മാരായിക്കോട്ടെ, അതിനും ശേഷം വിളിക്കപ്പെടുന്ന വിജാതീയരായിക്കോട്ടെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ വാഗ്ദാനം ഒന്ന് തന്നെയാണ്: സ്വർഗരാജ്യം, നിത്യജീവൻ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ശിശുവായിരിക്കുമ്പോൾ സ്വീകരിക്കുന്ന കൂദാശകളുണ്ട്. അവൻ കൗമാര പ്രായത്തിലേക്ക് വരുമ്പോൾ, മുതിരുമ്പോൾ, യൗവനത്തിൽ, വാർദ്ധക്യത്തിൽ, ഇങ്ങനെ പല സമയത്തായിട്ട് സ്വീകരിക്കുന്ന കൂദാശകളുണ്ട്. പക്ഷേ ഈ കൂദാശകൾ എല്ലാത്തിൽ നിന്നും കിട്ടുന്നത് എന്താണ്? ഒന്നാണ്: അദൃശ്യമായ ദൈവപ്രസാദം. അതുമല്ലെങ്കിൽ പല സമയത്തായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ ചുറ്റും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. തുടക്കം മുതലേ വിശ്വാസത്തിലായിരിക്കുന്ന ആളുകൾ, പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ. ചിലപ്പോൾ പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ചു വന്നവരുണ്ടാവും. അതുമല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറച്ചുകൾ അനുഭവിക്കുന്നവരുണ്ടാവും. പലപ്പോഴും കൃത്യമായിട്ടും പള്ളി വരാൻ സാധിക്കാത്തവരുണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് കർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഏത് അവസാന നിമിഷത്ത് വന്നാൽ പോലും കർത്താവ് പറയുന്നു, ഏറ്റവും ആദ്യം ലഭിക്കുന്ന അതേ സന്തോഷം നിനക്കും ഞാൻ തരും എന്ന വലിയ വാഗ്ദാനം കർത്താവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏതൊരു വ്യാഖ്യാനം നമ്മൾ എടുത്താലും ഇതിൽ കോമൺ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന് സമയമല്ല പ്രധാനം, ദൈവത്തിന് പ്രധാനപ്പെട്ടത് സാന്നിധ്യമാണ്. കർത്താവിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ആ സന്നദ്ധതയും നമ്മളുടെ സാന്നിധ്യമാണ് ദൈവത്തിന് പ്രധാനപ്പെട്ടത്. അത് ഏത് സമയമാണെങ്കിലും. എന്ന് പറഞ്ഞ് ഇതൊരു ലൈസൻസ് അല്ല. ഏറ്റവും അവസാനം, ജീവിതത്തിൻ്റെ അവസാന നിമിഷം മാത്രം കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി, അതിനു മുമ്പൊന്നും വേണ്ട, ഞാൻ എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും, എനിക്ക് എൻ്റെ ചെറുപ്രായത്തിലോ യൗവനത്തിലോ അല്ലെങ്കിൽ എൻ്റെ നല്ല സമയത്തൊന്നും എനിക്ക് ദൈവം ആവശ്യമില്ല, ഏറ്റവും അവസാനം മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ കർത്താവിനോട്, വാർദ്ധക്യത്തിൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരുന്നോളാം, പ്രാർത്ഥിച്ചോളാം, പള്ളിയിൽ പോയിക്കോളാം എന്ന് ചിന്തിക്കുന്നത് തെറ്റ്. കാരണം കർത്താവ് വളരെ കൃത്യമായിട്ട് ഏറ്റവും അവസാനം പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വാക്യമുണ്ട്: മുൻപന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുൻപന്മാരാകും. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ചിന്തയുണ്ടാവും, ഞാനൊരു 70 വയസ്സ് വരെ ജീവിക്കും, ഏറ്റവും അവസാനം ഞാനേ മരിക്കുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ അവിടെ ഇതൊന്ന് തമാശയായിട്ട് ഒന്ന് വിചാരിച്ച് നോക്കിയേ. കർത്താവിൻ്റെ ഇത് ലിറ്ററലായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലോ, മുൻപേ നമ്മൾ പോയാലോ? അതുകൊണ്ട് തന്നെ സമയമുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം കർത്താവിന് ക്രൈറ്റീരിയ സമയമല്ല. കർത്താവിന് വേണ്ടി സന്നദ്ധരായിട്ട് നൽകാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഈ ദിവസം നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മളുടെ വ്യാഖ്യാനങ്ങളിൽ വരട്ടെ, കർത്താവ് എത്രത്തോളം നമ്മളെ പല സമയങ്ങളിലായിട്ട് വന്നിട്ടും, കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും നമ്മളെ കർത്താവ് പലപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കർത്താവ് പലപ്പോഴുമായിട്ട് ഏറ്റവും അവസാന നിമിഷം കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കാല് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നമ്മളുടെ നിയോഗങ്ങൾ നിറവേറ്റി തന്നിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഒരു അനന്തമായ മനസ്സാണ്. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ഒപ്പമുള്ളവർക്കും ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ അസൂയപ്പെടാതെ നോക്കുക. കർത്താവിൻ്റെ ആ ഒരു അനന്തമായ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തിനപ്പുറത്തേക്ക് സന്നദ്ധത കാണിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ സാന്നിധ്യം കുറച്ചും കൂടി കൂടുതലായിട്ട് കർത്താവിൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.